എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ. ഈ വീഡിയോയിൽ നമ്മൾ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നും എങ്ങനെയാണ് നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. So what is extrinsic semiconductor? The conductivity of an intrinsic semiconductor depends on its temperature. But at room temperature, its conductivity is very low. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിരുന്നു. അവിടെ നമ്മൾ കണ്ടത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ, ദ പ്യൂറസ്റ്റ് സെമി കണ്ടക്ടർ, അവയുടെ കണ്ടക്ടിവിറ്റി ടെമ്പറേച്ചറുമായി ബന്ധപ്പെട്ടാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കോവലൻ്റ് ബോണ്ടിൽ പങ്കെടുത്തിരിക്കുന്ന ഇലക്ട്രോൺസ് എനർജി സ്വീകരിക്കുകയും വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തുകയും അതുവഴി കണ്ടക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുകയാണ്. പക്ഷേ ഇത്തരത്തിൽ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം വളരെ കുറവായതുകൊണ്ട് അവിടെ ഉണ്ടാവുന്ന കറണ്ട്, ഇൻറ്റൻസിറ്റി ഓഫ് കറണ്ട് വളരെ വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി വളരെ കുറവാണെന്ന് പറയാം. There is one of the drawbacks of intrinsic semiconductor. The magnitude of current is very weak. Hence, there is a necessity of improving their conductivity. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമ്മൾക്ക് കൂട്ടണം. So this can be achieved or done by making use of impurities. ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി നമുക്ക് വളരെയധികം വർദ്ധിപ്പിക്കാം ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്യുന്നതിലൂടെ. ഇമ്പ്യൂരിറ്റി ആറ്റംസ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള ആറ്റംസ്. ഇപ്പോൾ ഒരു സിലിക്കൺ ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ കൺസിഡർ ചെയ്താൽ അതിൽ സിലിക്കൺ ആറ്റംസ് മാത്രമേ ഉള്ളൂ. ജെർമേനിയം ആണെങ്കിൽ ജെർമേനിയം ആറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ചില സിലിക്കൺ ആറ്റമോ അല്ലെങ്കിൽ ജെർമേനിയം ആറ്റത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റു ചില ആറ്റംസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അത്തരത്തിൽ ആഡ് ചെയ്യപ്പെടുന്ന ആറ്റത്തിനെയാണ് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. So when a small amount, say a few parts per million of a suitable impurity is added to the pure semiconductor, the conductivity of the semiconductor is increased manifold. വളരെ കുറഞ്ഞ ഒരളവിൽ ഇത്തരത്തിൽ ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്താൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ടിവിറ്റി വളരെയധികം വർദ്ധിക്കുന്നതായിട്ട് കണ്ടു. Such materials are known as extrinsic semiconductors or impurity semiconductors. ഇത്തരത്തിൽ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുക. അതായത് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി കൂട്ടുന്നതിലേക്കായി ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആഡ് ചെയ്ത് ജനറേറ്റ് ചെയ്തെടുക്കുന്ന സെമി കണ്ടക്ടേഴ്സിനെയാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയാം. There is a semiconductor obtained after adding impurity atom into intrinsic semiconductor is called extrinsic semiconductors. The deliberate addition of a desirable impurity is called doping. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡോപ്പിംഗ് എന്ന് പറയുക. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് വളരെ പർപ്പസ്ഫുള്ളായിട്ട് ഡെലിബറേറ്റ് ആയിട്ട് ഇമ്പ്യൂരിറ്റി ആറ്റം ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡോപ്പിംഗ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദി ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആർ കോൾഡ് ഡോപ്പൻസ് ആൻഡ് സച്ച് മെറ്റീരിയൽ ഈസ് ഓൾസോ കോൾഡ് എ ഡോപ്ഡ് സെമി കണ്ടക്ടർ. ഇത്തരത്തിൽ ആഡ് ചെയ്യപ്പെടുന്ന ഇമ്പ്യൂരിറ്റി ആറ്റത്തിനെ നമ്മൾ ഡോപ്പൻസ് എന്നും അതിലൂടെ ജനറേറ്റ് ചെയ്യപ്പെട്ട സെമി കണ്ടക്ടറിനെ നമ്മൾ ഡോപ്ഡ് സെമി കണ്ടക്ടർ എന്നും വിളിക്കാം. അപ്പോൾ ഒന്നുകിൽ നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ എന്നോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി സെമി കണ്ടക്ടേഴ്സ് എന്നോ അല്ലെങ്കിൽ ഡോപ്ഡ് സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ജനറലായിട്ട് നമ്മൾ പറയുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ വിളിക്കാം. The dopant has to be such that it does not distort the original pure semiconductor lattice. It occupies only a very few of the original semiconductor atom sites in the crystal. A necessary condition to attain this is that the sizes of the dopant and the semiconductor atom should be nearly the same. നമ്മൾ ഡോപ്പിംഗ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഡോപ്പൻ്റെ പ്രസൻസ്
ആ സെമി കണ്ടക്ടറിൻ്റെ പ്രോപ്പർട്ടീസിനെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. അല്ലെങ്കിൽ ആ സെമി കണ്ടക്ടർ ലാറ്റിസ്, ക്രിസ്റ്റൽ ലാറ്റിസിന് യാതൊരു രീതിയിലുള്ള വ്യത്യാസങ്ങളും കൊണ്ടുവരാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ഡിസ്റ്റോർട്ട്, അതിനെ മാറ്റാൻ പാടില്ല. അതിലേക്കായി നമ്മൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഡിസ്റ്റോർഷൻ ഉണ്ടാവാത്ത രീതിയിലുള്ള ഡോപ്പൻസുകളായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. സിലിക്കൺ ആറ്റത്തെയോ അല്ലെങ്കിൽ ജർമേനിയം ആറ്റം പോലെ അത്ര തന്നെ സൈസൊക്കെ വരുന്ന ആറ്റംസ് വേണം നമ്മൾ ഡോപ്പിങ്ങിനായി തിരഞ്ഞെടുക്കേണ്ടത്. There are two types of dopants used in doping. നമ്മൾ രണ്ട് രീതിയിലുള്ള ആറ്റംസുകളാണ് ഡോപ്പിങ്ങിലേക്കായി തിരഞ്ഞെടുക്കുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി പെൻറ്റാവാലൻറ്റ് അല്ലെങ്കിൽ വാലൻസി 5 വരുന്ന ആറ്റംസ്, പെൻറ്റാവാലൻ്റ് ആറ്റംസ്. സാധാരണയായി പെൻറ്റാവാലൻ്റ് ആറ്റംസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് 5 വരുന്ന എലമെൻസുകളാണ്, ലൈക്ക് ആർസനിക്, ആൻറ്റിമോണി, ഫോസ്ഫറസ് എക്സെട്ര. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ട്രൈവാലൻ്റ് ആണ്, വാലൻസി 3. ഗ്രൂപ്പ് 3 വരുന്ന എലമെൻസുകളാണ് ട്രൈവാലൻ്റ് ആയിട്ടുള്ള ആറ്റംസ്. അതിൽ ഇൻഡിയമുണ്ട്, ബോറോൺ, അലുമിനിയം പോലുള്ള ആറ്റംസാണ് നമ്മൾ ജനറലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആർസനിക്, ആൻറ്റിമണി, ഫോസ്ഫറസ്, ഇൻഡിയം, ബോറോൺ, അലുമിനിയത്തിനൊക്കെ സിലിക്കൻ്റെയോ അല്ലെങ്കിൽ ജർമേനിയത്തിൻ്റെയോ സൈസാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആറ്റംസ് വളരെ ചെറിയ അളവിൽ സിലിക്കൺ ക്രിസ്റ്റലിലേക്കോ അല്ലെങ്കിൽ ജർമേനിയം ക്രിസ്റ്റലിലേക്കോ ആഡ് ചെയ്യപ്പെടുന്നത് കൊണ്ട് അതിൻ്റെ ക്രിസ്റ്റൽ ലാറ്റിസിന് ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല, ഓർ ദാറ്റ് crystal holds the properties of that semiconductor. We shall now discuss how the doping changes the number of charge carriers and hence the conductivity of semiconductors. Silicon or germanium belongs to the 4th group in the periodic table, and therefore we choose the dopant element from nearby 5th or 3rd group, expecting and taking care that the size of the dopant atom is nearly the same as that of silicon or germanium. Interestingly, the pentavalent and trivalent dopants in silicon or germanium give two entirely different types of semiconductors. അപ്പോൾ നമ്മൾ അവിടെ എടുക്കുന്ന ഡോപ്പൻറ്റ് ഏത് ഗ്രൂപ്പിൽ നിന്നാണ്, വെദർ ഇറ്റ്സ് ബിലോങ്സ് ടു ദി 3rd ഗ്രൂപ്പ് ഓർ ബിലോങ്സ് ടു ദി 5th ഗ്രൂപ്പ്, ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പിന് നമ്മൾ ചൂസ് ചെയ്യുന്ന ആറ്റത്തിൻ്റെ ടൈപ്പ് അതിനനുസരിച്ച് 2 തരത്തിലുള്ള എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അതിലൊന്നാമത്തെ ക്ലാസ്സിൻ്റെ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും രണ്ടാമത്തെ വിഭാഗത്തെ പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്നും വിളിക്കുന്നു. സോ ദർ ആർ 2 ടൈപ്സ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് കോൾഡ് എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആൻഡ് P-type semiconductor. So let us discuss N-type semiconductor. Suppose we dope silicon or germanium with a pentavalent element as shown in figure. When an atom of +5 valence elements occupies the position of an atom in the crystal lattice of silicon, 4 of its electrons bound with the 4 silicon neighbors, while the 5th remains very weakly bound to its parent atom. ഇവിടെ ഈ ചിത്രത്തിൽ +4 എന്ന് കാണിച്ചിരിക്കുന്നത് ഒന്നുകിൽ അത് സിലിക്കൺ ആറ്റംസ് ആവാം അല്ലെങ്കിൽ ജർമേനിയം ആറ്റംസ് ആവാം. ആ സെൻട്രലായിട്ട് വരുന്ന +5 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന ഡോപ്പൻ്റ് ആണ്. ഇവിടെ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഡോപ്പൻ്റ് എന്ന് പറയുന്നത് 5th ഗ്രൂപ്പ് എലമെൻറ്റുകളാണ്, പെൻറ്റാവാലൻറ്റ് എലമെൻറ്റുകളാണ്, അല്ലെങ്കിൽ വാക്കൻസി 5 വരുന്ന എലമെൻസുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആറ്റം കൊണ്ട് ഒരു സിലിക്കൺ ആറ്റത്തെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ ആറ്റത്തിൽ 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് തൊട്ടടുത്ത് വരുന്ന 4 സിലിക്കണോ അല്ലെങ്കിൽ 4 ജർമേനിയം ആറ്റവുമായി ഈ പറയുന്ന ആറ്റം കോവലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നു 4 ഇലക്ട്രോൺസുകളെ ഉപയോഗിച്ചുകൊണ്ട്. എന്നാൽ 5ാമതൊരു ഇലക്ട്രോൺ ഇറ്റ് ഈസ് ഫ്രീ, ബോണ്ടിങ്ങിലൊന്നും പങ്കെടുക്കാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നു. or that electron is weakly bound to its parent atom. ഇവിടെ ആ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ഡോട്ടാണ് ആ അൺബൗണ്ടഡ് ഫ്രീ ഇലക്ട്രോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. സോ 1 electron is free, which does not take part in any bond formation.
As a result, the ionization energy required to set this electron free is very small, and even at room temperature it will be free to move in the lattice of the semiconductor. വളരെ കുറഞ്ഞൊരു അയോണൈസേഷൻ എനർജി മതി ഈ ഇത്തരത്തിൽ വരുന്ന ഫ്രീ ഇലക്ട്രോൺസുകളെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുവരാൻ. The energy required is 0.01 electron volt for germanium and 0.05 electron volt for silicon to separate this electron from its atom. അല്ലെങ്കിൽ ജെർമേനിയത്തിൻ്റെ കേസിൽ ഈ ഒരു ഡോപ്പൻ്റ് ആഡ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് 0.01 ഇലക്ട്രോൺ വോൾട്ട് എനർജി മതി ഈ ഇലക്ട്രോണുകളെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിക്കാൻ. എന്നാൽ ഒരു പ്യുവർ ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ, ജെർമേനിയം ക്രിസ്റ്റലിൻ്റെ കേസിൽ നമുക്ക് ഏകദേശം 0.7 ഇലക്ട്രോൺ വോൾട്ട് ഓഫ് എനർജി ഈസ് റിക്വയർഡ്. അതിനെ അയോണൈസ് ചെയ്യാൻ ഒരു 0.7 ഇലക്ട്രോൺ വോൾട്ട് എനർജി അത്യാവശ്യമായിരുന്നു. അതിൻ്റെ സ്ഥാനത്താണ് ഇപ്പോൾ 0.01 ഇലക്ട്രോൺ വോൾട്ട് മതി. അതുപോലെ തന്നെ സിലിക്കൻ്റെ കേസിലായാലും ഒരു ഇൻട്രിൻസിക് സെമി കണ്ടക്ടർ ക്രിസ്റ്റലാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഏകദേശം 1.1 ഇലക്ട്രോൺ വോൾട്ടോളം എനർജി ആവശ്യമായിരുന്നു ഒരു ആറ്റത്തെ അയോണൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ നിന്നും വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണെ ട്രാൻസ്ഫർ ചെയ്യിക്കാൻ. ആ സ്ഥാനത്താണ് ഇപ്പോൾ 0.05 ഇലക്ട്രോൺ വോൾട്ട് മതി എന്നുള്ളത്. അപ്പോൾ ചെറിയൊരു എനർജി സെപ്പറേഷൻ, ഒരു എനർജി വ്യത്യാസം മതി ഡോപ്പൻ്റ് ആറ്റത്തിൻ്റെ ഈ ഫ്രീ ഇലക്ട്രോണുകളെ സെമി കണ്ടക്ടറിൻ്റെ കണ്ടക്ഷൻ ബാൻഡിലേക്ക് കൊണ്ടുവരാൻ. അതെന്തുകൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്, ഈ എനർജി വ്യത്യാസം എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിൻ്റെ ലാസ്റ്റ് സെഷനിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. Thus, the pentavalent dopant is donating one extra electron for conduction and hence is known as donor impurity. The number of electrons made available for conduction by dopant atoms depends strongly upon the doping level and is independent of any increase in ambient temperature. അപ്പോൾ പെൻറ്റാവാലൻറ്റ് ആറ്റംസ് ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പെൻറ്റാവാലൻ്റ് ആറ്റത്തിനെ നമ്മൾ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കുന്നു. The number of free electrons made available for conduction by dopant atoms depends strongly upon the doping level. അപ്പോൾ എത്ര ഡോപ്പൻ്റ് ആറ്റംസ് ഉണ്ടോ അത്ര തന്നെ ഇലക്ട്രോൺസ് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. ഇവിടെ ഈ ഇലക്ട്രോൺസ് ഒന്നും ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല, ടെമ്പറേച്ചറിൻ്റെ വ്യതിയാനം കൊണ്ട് ഉണ്ടാവുന്ന ഫ്രീ ഇലക്ട്രോൺസുകളല്ല, അത് ഡോപ്പൻ്റ് ആറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസുകളാണ്. And therefore that is why it is said to be that electrons, the number of free electrons depends on the level of doping. In a doped semiconductor, the total number of conduction electrons Ne is due to the electrons contributed by donors and those generated intrinsically. അതായത് ഒരു ഡോപ്ഡ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ, അതായത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ വരുന്ന കണ്ടക്ഷൻ ഇലക്ട്രോൺസ് Ne രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത്. ഒന്ന്, ഇലക്ട്രോൺസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദി ഡോണേഴ്സ്, പെൻറ്റാവാലൻ്റ് ആയിട്ടുള്ള ആറ്റം ഡൊണേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസുകളും വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ഡോപ്പിംഗ് ലെവൽ. അതുപോലെ തന്നെ ടെമ്പറേച്ചറിലുള്ള വ്യതിയാനം കൊണ്ട് ഇൻട്രിൻസിക്കലായിട്ട് ഡെവലപ്പ് ചെയ്യപ്പെട്ട ഇലക്ട്രോൺസുകളും ഉണ്ടാവാം. ഇൻട്രിൻസിക്കലി ഡെവലപ്പ് ചെയ്യുന്ന ഇലക്ട്രോൺസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹോൾസും ഉണ്ടാവും. Therefore, the total number of holes NH is only due to the holes from the intrinsic source. സെമി കണ്ടക്റ്റിംഗ് ക്രിസ്റ്റലിൻ്റെ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോൺസുകൾ മൂവ് ചെയ്യപ്പെടുമ്പോഴാണ് ഒരു ഹോൾ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അത് ഇൻട്രിൻസിക്കലി ജനറേറ്റഡ് ആണ്, ടോപ്പൻ്റ് പ്രൊവൈഡ് ചെയ്തതല്ല. സെമി കണ്ടക്റ്റിംഗ് ക്രിസ്റ്റലിൻ്റെ വാലൻസ് ബാൻഡിൽ നിന്നും കണ്ടക്ഷൻ ബാൻഡിലേക്കാണ് ആ ട്രാൻസ്ഫർ അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഹോളിന് റീകോമ്പിനേഷൻ പ്രോസസ്സിന് വിധേയമാവുകയും അതുവഴി വീണ്ടും ഹോളിൻ്റെ നമ്പർ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മെജോറിറ്റി ആയിട്ടുള്ള കാരിയേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസുകളാണ്, മൈനോറിറ്റി ആയിട്ടുള്ള കാരിയേഴ്സ് എന്ന് പറയുന്ന ഹോൾസാണ്. Hence, in an extrinsic semiconductor doped with a pentavalent impurity, electrons become the majority carriers and holes the minority carriers.
These semiconductors are therefore known as N-type semiconductors. അപ്പോൾ ഒരു എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടർ, അതായത് ഇൻട്രൻസിക് സെമി കണ്ടക്ടറിൽ പെൻറ്റാവാലൻ്റ് ആറ്റം ആഡ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ഫോർ എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സ് വി ഹാവ് Ne ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ NH. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ഹോൾസ്.